പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എരിവോടും തീഷ്ണതയും പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിന്റെ ഉയർത്തുന്നേറ്റ വിശുദ്ധമായ തിരുവാർന്ന് മരുതകരത്താൽ അണിപ്രധാന അത്ഭുതകരത്താൽ നീ ആശീർവദിക്കുന്ന പ്രാർത്ഥന അടിപ്പണം പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുള്ള ഉള്ളംകാലം വരെ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമം നീങ്ങിപ്പോകട്ടെ. മനസ്സിന് ഭാരപ്പെട്ടവരെ കർത്താവിൻ്റെ ഉന്നതമായ ഈ ആശീർവാദത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മഞ്ഞുപോലെ ഉരുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ ഉദ്യമങ്ങൾക്ക് വേണ്ടിയും ഓരോരോ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ ഭാരത്തോടെയും ആശങ്കയോടെയും കർത്താവ് ഇറങ്ങിത്തിരിക്കുന്നവരെ കർത്താവെ, വളരെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതൻ അയക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വചനം അനുനിമിഷം നിറവേറുന്ന കൃപാസനം പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നവരുടെ എല്ലാ ജീവിതത്തിലും അകമ്പടി പോലെ പോകുന്ന ദൈവത്തിൻ്റെ അതേ ചൈതന്യം ഇന്ന് നിൻ്റെ കൂടെ ഉണ്ടാവുകയും നിൻ്റെ യാത്ര, നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകളെല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കുകയും കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവപൈതലെ, നീ ഇന്ന് പോകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന സംസാരിക്കുന്ന വിഷയങ്ങളിൽ, എഴുതുന്ന കാര്യങ്ങളിൽ, ഒപ്പിടുന്ന കാര്യങ്ങളിൽ എല്ലാം നീ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിന്നെ നയിക്കട്ടെ. ഉയർത്തുന്നതിൻ്റെ കർത്താവ് മരണത്തെയും പീഡാനുഭവങ്ങളെയും മരണത്തെയും വെന്നുയർത്തുന്ന കർത്താവിൻ്റെ അതേ ചൈതന്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ
ക്ലേശകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിനക്ക് കൃപയും ശക്തിയും നൽകട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, അവിടെ ദുർനടപ്പോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അരുതായ്മകളാൽ കുടുംബത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും നിരാശപ്പെടാതെ ഇപ്പോഴും ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നീ വചനമെടുത്ത് പ്രാർത്ഥിച്ച് നോക്കുക. അപ്പോൾ നിന്നെക്കുറിച്ചുള്ള ഒരു അരുളപ്പാടുകൾ കർത്താവ് നിന്നോട് പറയുകയും കർത്താവ് നിന്റെ കൂടെ ഉണ്ട്, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയാലും സത്യം നീ ഇന്ന് മനസ്സിലാക്കും. യേശുക്രിസ്തു ഉന്നതമായത്ത് നീ ആശ്രയപ്പെടുന്ന കർത്താവെ, ഇന്ന് നിന്നെ ആശ്രയിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന രോഗികളും ആരെല്ലാം വചനങ്ങളെ പ്രാർത്ഥിച്ച് തുറക്കുന്നു അവർക്കെല്ലാം അവരോടെല്ലാം നീ വചനത്തോട് സംസാരിച്ചുകൊണ്ട് ഈ പ്രസംഗിക്കർത്ത ഈ സന്ദേശം കൃത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിന്റെ സാന്നിധ്യം ഉയർത്തുന്നതിൻ്റെ സാന്നിധ്യം കാലത്തിൻ്റെ അവസാനം വരെ ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ തൊട്ടറിവുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉത്ഥാനത്തിന് ശേഷം കർത്താവ് അപ്പോസ്തലന്മാരെ കാണുമ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്താണ്? അലക്കിൽ ശ്രാമ, എന്താണ്? സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങനെ 7 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ സമാധാനത്തെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അവരെ പറഞ്ഞയക്കുന്നത് അസമാധാനത്തിലേക്കാണ്. മനസ്സിലായില്ല? ഈ കുർബാനയുടെ ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ സമാധാനം നിങ്ങളുടെ കൂടെ നിന്ന് പുരോഹിതൻ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിലും നമ്മൾ അസമാധാനവും അസന്തുഷ്ടിയുള്ളവരായിരിക്കും. അപ്പോസ്തലന്മാർക്കും അങ്ങനെ തന്നെ ഇരുന്ന് എന്താണ്? അലക്ക് ശ്ലാമ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരെ ഈശോ യാത്രയാക്കും. സമാധാനം നിങ്ങളുടെ കൂടെ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരെ പറഞ്ഞേക്കണ എങ്ങോട്ടാണ്? അസമാധാനത്തിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് നിങ്ങളെ ചെന്നാക്കയിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നതിൽ പറഞ്ഞത്. അപ്പം കുഞ്ഞാടുകളെ എങ്ങാനും ചെന്നാക്കയിലേക്ക് വല്ല സമാധാനം ഉണ്ടാകുമോ? പിന്നെ അവിടുത്തെ സമാധാനം ഏതാണ്? ആ സമാധാനം എന്ന് പറഞ്ഞത് ആശംസയിലൂടെ കർത്താവ് വാഗ്ദാനമാണുള്ളത്. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ വാഗ്ദാനമാണ്. നമ്മളെന്താ പറയുന്നത്? ഈശ്വര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പം കർത്താവ് വാക്ക് പാലിക്കുന്നവനാണ്. സാഹചര്യങ്ങൾ ഭിന്നമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് നമ്മൾക്ക് സമാധാനം നൽകി വിടുന്നത് തിരുവുദ്ധാനത്തിൻ്റെ സമാധാനമാണ്. തിരുവുദ്ധാനത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കും. ഞാൻ ലോകത്തെ കീഴടക്കി എന്ന് പറയുമ്പോഴേ നിന്റെ അസമാധാനം നിനക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ കീഴടക്കാനുള്ള ആത്മശക്തിയുടെ ആശംസകളാണ് കർത്താവിൻ്റെ സമാധാനമെങ്കിലേ. ആ സമാധാനം വാക്ക് പാലിക്കുന്നവൻ്റെ വാഗ്ദാനമാണെങ്കിലേ അത് ഒരാശംസയേക്കാൾ ഉപരി കർത്താവിൻ്റെ സമാധാനം ഒരു വാഗ്ദാനമാണ്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി, അവൻ വിശ്വസ്തനായിരിക്കും എന്ന് പറയുന്നില്ലേ? 2 തിമോത്തി 2:13. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? അലക്കു ശ്ലാമ, സമാധാനം നിങ്ങളുടെ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആശംസയല്ല. ആശംസയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്താണത്? അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാഗ്ദാനം പ്രാപിക്കുന്നവർ വിശ്വസ്തയുള്ളവരാണ്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും എന്നാണ്. എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്ന ആ സമാധാനത്തെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് പറഞ്ഞില്ലേ? 11:40. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ വായിച്ച 2 തിമോത്തി 2:13 നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പം ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വസ്തതയിൽ പോരായ്മ വന്നാൽ പോലും കർത്താവ് എന്താണ്? വിശ്വസ്തനായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയൊരു പ്രോമിസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം. എന്താണെന്നറിയാമോ? ഒന്നും പതറേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അലക്രിസ്ലാമ എന്ന്, സമാധാനം എന്ന്. അത് നമ്മളെ
നമുക്കിത് അവിശ്വസ്തത ഉണ്ടെങ്കിൽ പോലും അത് അനുഭവിക്കുന്നത് കർത്താവിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിതാവും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹമായിട്ടാണ് ഈശോ മതത്തെ മാറ്റിയത്. നമ്മുടെ ബന്ധം, മതം എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ, ബന്ധം. മതമൊന്നും വിളിക്കേണ്ട കാര്യമില്ല, റിലേഷൻ. നമ്മൾ തമ്മിലുള്ള ദൈവമായിട്ടുള്ള റിലേഷനെ ദൈവം എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ട് മാറ്റുക. ആ ബന്ധമാണ് റിലേഷൻ, അതാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധം എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ എന്താണ്? ആ ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ക്ഷമ, എന്താണ്? സഹിക്കുന്ന സ്നേഹം, പിന്നെ എന്താണ്? സമാധാനം, കാത്തിരിക്കുന്ന സ്നേഹം. കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിതാവിനുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരസത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ക്ഷമ. ഇതെല്ലാം എന്താണ്? ക്ഷമയും സമാധാനം എന്തിൻ്റെതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാനുഭവം സാധ്യമല്ലാത്തത്. എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എൻ്റെ ഒരു നിയോഗം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് എഴുതണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിന് നമ്മൾക്ക് ലഭിക്കാൻ, നമ്മൾക്ക് പണം കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ മതിയാകാത്തത് കാരണം അതിനു വേണ്ടിയാണ് ഈശോ വില കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും പാപത്തിന് പരിഹാരമായിട്ടാണെന്ന്. അന്നത്തെ മനുഷ്യന്, ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യന്, യെശയ്യായ്ക്കൊക്കെ അത്രയുമേ വെളിപാട് അവർക്ക് അനുവദിച്ചുള്ളൂ. അവർക്ക് കിട്ടിയ അനുവദിച്ച് കിട്ടിയ വെളിപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, ക്രിസ്തുവിന് ശേഷം വന്നവർക്ക് കൂടുതൽ വെളിപാട് കിട്ടി. അതാണ് പരിശുദ്ധാത്മാവ് അവർ കൂടുതൽ സംസാരിക്കണത്. പക്ഷേ ഇത് ആദ്യം സംസാരിച്ച ആരോടാണ്? അമ്മയോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആദ്യ വാക്ക് ദൈവം സംസാരിക്കണ ആരോടാണ്? വെളിപാട് കൊടുക്കുന്ന ആർക്കാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് വേണ്ട രംഗപ്രവേശനം കണ്ട ആരോടാണ്? ഫസ്റ്റ് കൈനീട്ടം പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആർക്കാണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയണ ആ സെക്കൻഡില് തന്നെ എന്ത് സംഭവിക്കും? മറിയത്തിലെ സംശയമില്ലാതെ വിശ്വസിക്കും മറിയം. അവിടെയാണ് വിഷയം. മറിയം അമലോത്ഭവമാണെന്ന് പറയാൻ കാരണം ഈ പാപത്തിൻ്റെ ലാഞ്ചനകളോ പാപത്തിൻ്റെ പ്രകൃതിയോ പാപത്തിൻ്റെ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് സംശയം. അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്നും കുമ്പസാരിക്കാൻ പറ്റാത്ത അതിനുള്ള സംവിധാനം ഇല്ലാത്ത ആൾക്കാർ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലെങ്കിൽ, അതായത് ദൈവത്തോടെ സ്നേഹമെന്ന് പറയുമ്പോഴേ തൻ്റെ നിഷ്കളങ്കമായിരിക്കണം, അത് വേറെ ഉദ്ദേശം വെച്ചുള്ള സ്നേഹമായിരിക്കരുത്. എഫെസസ് 1:4 എടുത്ത് തന്റെ മുമ്പാകെ, എഫെസസ് 1:4 തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും, സംഭവം ഉണ്ടായി. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. അതിൻ്റെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലാത്ത സ്നേഹമാണ്. അതാണ് പരിശുദ്ധ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം പലതും അളട്രേറ്റഡ് സ്നേഹമുണ്ട്, വേറെ എന്തൊക്കെ കലർപ്പുള്ള സ്നേഹമുണ്ട്. ഇതങ്ങനല്ല. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്റെ ദൈവപൈതലേ, നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദികാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിന്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും. കൈയടിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ എന്താ വരണം നോക്കിയേ? ദൈവസ്നേഹം കൂടുമ്പോൾ എന്ത് പറ്റും? സംശയം കുറഞ്ഞു വരും. ദൈവസ്നേഹം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം ലക്ഷ്യം വെച്ചാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുന്ന ദൈവമേ, അവർ വല്ലതും പറയുക, പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയട്ടെ. നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ. അതിന് തന്ത ഉണ്ടല്ല, അപ്പോൾ വിളിക്കും നമ്മളെ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ കേൾക്കുമ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ലേ? എന്താണ് എൻ്റെ സ്നേഹം കൂടി, കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു. അപ്പോൾ എന്ത് രസാ. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുന്നറിയാമോ? അതായത് സംശയം കുറയുകയും ചെയ്യും. ഈ സംശയം കുറയണമെങ്കിൽ മാതാവിന് എന്താ സംശയമില്ലാഞ്ഞത്? അവർക്ക് പാപമില്ലാഞ്ഞതുകൊണ്ടാണ്. മാതാവിന് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്റ്റഡാണ്. ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ?
കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. അത് തന്നെ കാര്യം അതങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബേസ്ഡ് കിഡ്നിയും ഹാർട്ടും പ്രഷറിൻ്റെ ഒരു അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇവരെ ഈ 2 ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രശ്നം. ദൈവസ്നേഹം കൂടുകയാണെങ്കിൽ സംശയം കുറയും. സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? വിശ്വാസം കൂടി വരും. ഇതെല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്നേഹത്തിന് വളം കൊടുക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ക്ഷമ, സമാധാനം, അങ്ങനെ പോകുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അതിനല്ലേ ആ വല്യപ്പനെ ചോദിച്ചത് ആര്? യോഹന്നാൻ്റെ അപ്പൻ, അങ്ങനെ പേരെന്നാ? സക്കറിയ. സക്കറിയ ചോദിച്ചത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സനല്ലേ, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളെ. അതെന്നെ അമ്മയും ചോദിച്ചത്. പക്ഷേ പണി മേടിച്ചതാരാണ്? സക്കറിയ. അമ്മ പണി മേടിച്ചില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ മാലാഖ് പറഞ്ഞു? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുന്നതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഇല്ലേ? ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദി ആയിരിക്കുന്നു, ആദികാരണമായിരിക്കുന്നു. കണ്ട് അപ്പോൾ പോക്കണ്ടില്ലേ? ദൈവത്തിന് കാരണം പോലും ഇല്ല. അപ്പോൾ ദൈവത്തിന് കാലവുമില്ല, കാരണവുമില്ല. ദൈവത്തിന് കാരണവുമില്ല, കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻ്റാണ്. ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് അതായത് ചരിത്രപരമായ വർത്തമാനം. ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നുവെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ്. കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്. ഇതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്ത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ആ ടൈമിൻ്റെ ആ ഇപ്സഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട പണപ്പൊക്കണ്ട. അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്രയും വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും. അപ്പോൾ നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി പെരുക്കി അങ്ങനെ ഞാൻ പ്രസംഗിക്കാറില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മിക ജീവിതം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത്. ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം സ്നേഹമാണ്. ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം എന്ത് പറ്റും? പാപം. അതാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയാം, അല്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനുമില്ല. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും, മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയും. നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ്. പണ്ട് ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവല്ലേ? ആണ്. പക്ഷെ അവിടെ വിളിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. എസെക്കിയേൽ 37 വിളിക്കണത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എന്നെ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി. മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു അസ്ഥികൂടങ്ങൾ. അവ ജീവിക്കുമോ? കർത്താവ് അങ്ങയ്ക്കറിയാം. അവിടെ എന്താണ്? കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവ് മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവെന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അടി തുടങ്ങാൻ പോകണമെന്നതിൻ്റെ അർത്ഥം ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടി തുടങ്ങാൻ പോകണം. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അശുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ല മറ്റേ പാപരൂപം വരണത്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെ വചനം മാംസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഉൽപ്പത്തി 3:15 വർക്കൗട്ട് ചെയ്യും. എന്താ കാര്യം? ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. അശുദ്ധാത്മാവുണ്ട്, അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത്. അതിനെ മറിയത്തെ തന്നെ എക്വിപ്പ് ചെയ്യാണ്. മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ദിവസം കൂടുമ്പോൾ ഇത് പറ്റും, സംശയം കുറയും, അല്ലേ? എങ്ങനെ വരണം? അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അപ്പം വിശ്വാസം വർദ്ധിക്കുമ്പോൾ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ
നിറവേറട്ടെ. എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്? മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും. ആരിലൂടെ? എലിസബത്തിലൂടെ വരും. എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി, കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. അവിടെ അരുളി ചെയ്തത് ആരാണ്? പിതാവായ ദൈവമാണ് അരുളി ചെയ്തത്. ഇപ്പോൾ അരുളി ചെയ്യാൻ പോണത് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യാവതാരം ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യം. ലൂക്ക 1:45 എടുത്ത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവം, ലോഡെന്നാ പറയണം, ഫാദറാണത്. അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അനുഗ്രഹീത എന്നാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ വരാൻ പോകുന്ന ഇപ്പം ഇതാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ? അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് 16 നമ്മൾ വായിച്ചു. ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് മാലാഖ മറിയത്തോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി. അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകറൻസ് കൊടുക്കുന്നത്. എന്താണ്? മേരി, നീ വിശ്വസിച്ചു, വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു, അപ്പം നീ അനുഗ്രഹീതയാണെന്ന്. അത് അനുഗ്രഹീത. അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം അനുഗ്രഹം പ്രാപിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അവർക്ക് ഹീലിംഗ്, അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണം? എന്തുകൊണ്ടാണ്? അവരതിൽ വിശ്വസിക്കുകയാണ്. ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലർക്ക് കിട്ടണില്ല. എന്താ കാര്യം? അവരപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ്. സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം, നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ അത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കുന്ന സമയം അത് വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ 1-2 കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും, ന്യൂട്രായിട്ട് കൊടുക്കും. ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും. വന്നവർക്കൊക്കെ ഒരു മുടക്കില്ലല്ലോ, വരുന്നവർക്കെല്ലാം വെറുതെ കൊടുക്കും. പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ പെയിൻറ്റ് പോകുന്ന ഒന്നും ഉണ്ടാക്കത്തില്ല. അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്നേ കൊടുക്കും വരുന്നവർക്ക്. ഇത് കൊണ്ടേ വായിക്ക് എന്ന് പറയും. അപ്പോൾ അവർക്ക് ഏതായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അത് ചെയ്യണത്. അപ്പോൾ അവർക്ക് സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ലാഗ് ചെയ്യും. ആരും കുഴപ്പമില്ല, അവർ തന്നെ ഉണ്ടാക്കണതാണ്, സ്വയമായിട്ട് കുഴി കുഴിക്കണത്. കാരണം അവർക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന ജോമകൾ തന്നെ നോക്കിയേ, അവർക്ക് എന്താ, അവർ ഫുൾ ടൈമിൽ പ്രവർത്തിക്കുകയാണ്. അവർ MDH മാസ്റ്റർ തിയോളജിക്ക് വേണ്ടി ആരോഗ്യമേ പഠിക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഇവിടുന്ന് 10 കാവി കൊണ്ടുപോയി ആലുവ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും. കൊണ്ടു നടന്ന് അതെന്താ കാര്യം? ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല, നമുക്ക് ബോധ്യം ഉണ്ടാവുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും. ദൈവത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളെന്ത് നോക്കാനാണ്? ദൈവം നമ്മളെക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാൾ ഈ ഭൂമി സൃഷ്ടിച്ച അപാരതയുടെ ഒരു ദൈവമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാവും? 90 ദിവസം പിടിച്ച് നിൽക്കണം. 90 ദിവസം പിടിച്ച് നിൽക്കണം. അത് കഴിയുമ്പോൾ ഭക്തി, 90 ദിവസം ഭക്തി, 91-ാം ദിവസം പത്തി. അതാണ് സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യാത്ത അതാണ്. 90 ദിവസം ഭക്തി, 91-ാം ദിവസം പത്തി. പഴയ സ്വഭാവം, പഴയ ആളായിട്ട് മാറും. ചില ആൾക്കാർ പത്തി ഒരുമിച്ച് കൊണ്ടുപോകും. അത് ഭയങ്കര മൂർഖനാണ്. മാതാവേ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഉള്ള റിസ്ക് എന്ന് പറയുന്നത്. ഉടമ്പടിയിലെ റിസ്ക് എന്ന് പറയുന്നത് അതാണ്. കാര്യം എന്താ, ഞാനിങ്ങനെ പറയാം, പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്താ കാര്യം? അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജോ, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം മനുഷ്യർ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു. ഞാൻ തന്നെ നേരിട്ട് മാതാവിനെ കണ്ട ആളാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചെല്ലാം കൃത്യതയുണ്ട്. പക്ഷേ അനുഭവജ്ഞാനമാണുള്ളത്, ആശയജ്ഞാനമല്ല. ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയലായാലും ശരി റിയൽ വരുമ്പോൾ തോറ്റുപോകും.
അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. എൻ്റെ മനസ്സുടനെ പറയും അങ്ങനെ ഒരു ശാസ്ത്രമില്ല. ബിബ്ലിക്കൽ തിയോളജി നമ്മൾ ശാസ്ത്രമുണ്ട്, നമ്മളൊക്കെ പഠിക്കണം അതാ MDH മാസ്റ്റർ ചെയ്യണവർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിബ്ലിക്കൽ തിയോളജി സബ്ജക്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അത് താത്വിക ജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല. മനുഷ്യന് അനുഭവം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും. മനുഷ്യനില്ലാതെ ദൈവം നിലനിൽക്കും, ദൈവവചനവും നിലനിൽക്കും. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? മനുഷ്യന് വേണ്ടിയാണ്. യേശുക്രിസ്തു പോലും മനുഷ്യാവതാരം ചെയ്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവതാരം ചെയ്താൽ പോരെ? അപ്പോൾ മനുഷ്യനാണ് പ്രാധാന്യം. ഈശോയ്ക്കും അറിയാം എന്താണ് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ലാം എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും ഈ കാലം നമ്മളെപ്പോഴും ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറയുന്നത്. കയ്യടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്താണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ട് ഞാൻ മറിയത്തെ അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ അനുഭവങ്ങളിലെ അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ് മറിയം എന്ന് പറയുന്നത്. ആധ്യാത്മിക അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ്. എന്താ കാര്യം? ഒന്ന്, അവർ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം വിടുകണവരാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും. നിങ്ങൾക്ക് വീടില്ല, വഴിയില്ല, ജോലിയില്ലെന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും, പിന്നെ പറയും സാരമില്ല, ഞാൻ ഇതിനേക്കാൾ ഗതികെട്ടാണ് പ്രസവിച്ചത്, എങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയും. അത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നനായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഇങ്ങനെ മടിയിലെടുക്കും. മടിയിലെടുത്തിട്ട് ഇവർ കല്ലറയിൽ വെക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കും. പിന്നെ ഇവരെ കാണത്തില്ല, ക്രിസ്തുവിനെയും കാണത്തില്ല. ഞാനെപ്പോഴും ഓർക്കും കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല, മറിയവും അപ്രത്യക്ഷമായി. ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല. എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? കർത്താവ് അവളോട് അരുളി ചെയ്തത് എന്താണ്? മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1:33. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ പറഞ്ഞ യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പൊ അവന് മരണമില്ല, മരണത്തെ അവൻ ജയിക്കുമെന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇംപ്ലിസിറ്റ്. ഇതാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത്. അമ്മ എന്ത് ചെയ്തു? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോൾ, എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, നിന്നോട് പറഞ്ഞില്ലേ മേരി, അപ്പായി പറഞ്ഞില്ലേ അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതുതന്നെ എനിക്ക് പറയാനുള്ളത്. നിന്നെ ബ്ലെസ് ചെയ്തിരിക്കണം അപ്പ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പറഞ്ഞത് നീ വിശ്വസിച്ചു. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച നീ, കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച നീ ഭാഗ്യവതി. കൈയടിക്കട്ടെ.